ഒന്നിനു പിറകെ ഒന്നായി വിവാദങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണകുമാറും കുടുംബവും. ദിയ കൃഷ്ണയുടെ വിവാദ പരാമർശവും ഹൻസിക കൃഷ്ണയുടെ സബ്സ്ക്രിപ്ഷൻ വിവാദം എന്നിവരെ കൃഷ്ണകുമാർ കുടുംബത്തെ ഇത്തവണ വിവാദത്തിലാക്കിയത്. അമ്മായിയമ്മയെ അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ലെന്ന് ദിയ പറഞ്ഞ രീതി പലർക്കും ഇഷ്ടമായില്ല. അശ്വിൻ്റെ അച്ഛനെ കാറിൻ്റെ പിൻസീറ്റിൽ ഇരുത്തി ദിയ മുൻസീറ്റിൽ ഇരിക്കുന്നതും വിമർശിക്കപ്പെട്ടു. വല്ലപ്പോഴും കാണുന്ന ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ എന്താണ് പ്രശ്നങ്ങൾ എന്ന് ചോദ്യങ്ങൾ വന്നു. അശ്വിൻ എന്തുകൊണ്ട് ഇതൊന്നും കാര്യമാക്കുന്നില്ലെന്ന് വിമർശനം വന്നു. എന്നാൽ വഴിയിൽ നിൽക്കുന്നവരെയൊന്നും തനിക്ക് അമ്മയെന്ന് വിളിക്കാനോ അച്ഛനെന്ന് വിളിക്കാനോ പറ്റില്ലെന്നും അവർ അശ്വിൻ്റെ മാതാപിതാക്കളാണെന്നും ദിയ കൃഷ്ണ പറയുന്നു. ഹൻസിക കൃഷ്ണയാണെങ്കിൽ തനിക്ക് വരുന്ന നെഗറ്റീവ് കമൻറ്റുകളെല്ലാം നീക്കം ചെയ്യുകയാണ്. വിവാദങ്ങളോട് പ്രതികരിക്കാൻ ഇവരുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ തയ്യാറായില്ല. കൃഷ്ണകര കുടുംബത്തെ കണ്ടുപിടിച്ച പുതിയ രീതിയാണ് നെറ്റിസൻസ് പറയുന്നു. ഒരു വിവാദമുണ്ടായാൽ കൂടുതൽ പ്രതികരണം നടത്തി വിഷയം വഷളാക്കാതിരിക്കുക. വിവാദം തനിയെ കെട്ടടങ്ങിക്കോളും. വിവാദങ്ങൾക്കിടയിലും പതിവ് പോലെ ബ്ലോഗും പോസ്റ്റും പങ്കുവെക്കുക എന്നിവയാണ് ഇവരുടെ രീതി. അതേസമയം വിവാദത്തിന് ശേഷം സിന്ധു കൃഷ്ണയുടെ ബ്ലോഗുകൾക്ക് വ്യൂ കുറവാണ്. നിങ്ങളുടെ വീഡിയോസൊക്കെ മുമ്പ് കാണുമായിരുന്നു, സബ് ആക്കിയതാണ്, ഇപ്പം തീരെ ഇഷ്ടമല്ല, നിങ്ങളൊരു അമ്മ എന്ന നിലയിൽ നിങ്ങൾ ശരിക്കും വൻ പരാജയമാണ്. മക്കളെ നന്നായി വളർത്തുന്ന ഒരമ്മ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു എന്നാണ് ഒരു കമൻറ്റ്. അതേസമയം അഹാന വിവാഹം വന്നാൽ വ്യൂസ് കുത്തനെ കൂടും. ആ ആത്മവിശ്വാസമായിരിക്കും സിന്ധു കൃഷ്ണയുടെയും കമൻറ്റുകളുണ്ട്. ആഗസ്റ്റ് മാസത്തിൽ അഹാനയുടെ വിവാഹം ഉണ്ടാകുമെന്നാണ് സൂചന.